സോഷ്യൽ മീഡിയകൾ തുറക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യാത്ത അക്കൗണ്ടുകളിൽ നിന്ന് ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോകളും നിരന്തരം നിങ്ങളുടെ വാളിലെത്താറുണ്ടോ? പലരും ധരിച്ചിരിക്കുന്നത് ഇതേതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക പിഴവായിരിക്കുമെന്നാണ്. അതല്ലെങ്കിൽ പലരുടെയും സംശയം നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. സത്യം അതല്ല. ഇത് വെറും ഒരു പാളിച്ചയല്ല, നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മാത്രമാണ്. അതുപോലെ തന്നെ ചില കമ്പനികളുടെ ട്രാപ്പ് എന്ന് വേണമെങ്കിലും പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു ടെക് ഗ്ലിച്ചിനെ കുറിച്ചല്ല, പകരം ആൽഗോരിതം എന്താണെന്നും ഈ കോർപ്പറേറ്റ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ എങ്ങനെ ബിസിനസ്സാക്കി മാറ്റുന്നതെന്നും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എന്താണ് ആൽഗോരിതം എന്ന് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ആൽഗോരിതം എന്നത് ഒരു കമ്പ്യൂട്ടർ റെസിപ്പിയാണ്, അഥവാ നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഡാറ്റാ സിസ്റ്റം. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ഫീഡ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വീഡിയോ അതല്ലെങ്കിൽ ഒരു ഫോട്ടോ വരുന്നു. അത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ സെക്കൻഡുകൾ നോക്കിയിരിക്കുന്നു. ആ സെക്കൻഡ് മതി ഇപ്പോഴുള്ള AI സാങ്കേതിക വിദ്യയോടുകൂടിയ ആൽഗോരിതത്തിന് നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് ഒന്നിൽ കൂടുതൽ സെക്കൻഡുകൾ അതൊന്ന് നോക്കി നിന്നാൽ മാത്രം മതി. അപ്പോൾ ആ സിസ്റ്റം മനസ്സിലാക്കുന്നു, ഓഹോ, ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുതലാണ്. അത് മനസ്സിലാക്കുകയും പിന്നീട് വരുന്ന ഓരോ പോസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടതുമായിരിക്കും. ആ നിങ്ങളുടെ അറ്റൻഷൻ അഥവാ നിങ്ങളുടെ ശ്രദ്ധ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. അഥവാ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ആ ഒരു സിസ്റ്റത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനെ എൻഗേജ്മെൻറ്റ് സിഗ്നൽ എന്നാണ് പറയുന്നത്. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൽഗോരിതം എന്നുള്ളത്. നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടാണ് ആൽഗോരിതം നിങ്ങൾക്കൊരു വില്ലനായി വരുന്നത്. ഇനി ഇതിൻ്റെ ബിസിനസ് വശം നോക്കാം. സോഷ്യൽ മീഡിയകളുടെ ബിസിനസ് വശം വളരെ ലളിതമാണ്. നിങ്ങളുടെ സമയം അവരുടെ വരുമാനം, അഥവാ നിങ്ങൾ എത്ര സമയം സോഷ്യൽ മീഡിയകളിൽ ചിലവഴിക്കുന്നു അത്രയും വരുമാനം അവർക്ക് നേടാൻ സാധിക്കും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ബിസിനസ് മോഡലും. നിങ്ങൾ എത്ര നേരം ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഡിക്ഷനാക്കാൻ സാധിക്കുന്നുവോ അത്തരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അങ്ങനെയുള്ള പോസ്റ്റുകൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നോ അത്രയും നേരം നിങ്ങൾക്ക് പരസ്യങ്ങൾ എത്തിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഡേറ്റകൾ ശേഖരിക്കാൻ അവർക്ക് സാധിക്കും. അതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റാനും അവർക്ക് സാധിക്കും. അതുതന്നെയാണ് അവർക്ക് വേണ്ടതും. അതുകൊണ്ട് സോഷ്യൽ മീഡിയകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സോഷ്യൽ മീഡിയ നിർത്താതെ നിങ്ങളെ കൊണ്ട് വാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ വാച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യണം. അതിനാണ് നിങ്ങളുടെ അറ്റൻഷൻ അവർ പിടിച്ചു പറ്റുന്നത്, അഥവാ നിങ്ങളുടെ ശ്രദ്ധ അവർ പിടിച്ചു പറ്റുന്നത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ സെക്കൻഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലതോ ഇല്ലാത്തതോ ആയ ഏതൊരു പോസ്റ്റിനു വേണ്ടി ചിലവഴിക്കുന്നോ ആ സിസ്റ്റം മനസ്സിലാക്കുന്നത് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്നിൽ കൂടുതൽ സെക്കൻഡുകൾ അതിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചാൽ മാത്രം മതി. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു കണ്ടൻറ്റാണ് ഗ്ലാമറസ് കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ അറ്റൻഷൻ നേടുന്ന കണ്ടൻറ്റുകൾ, ഷോക്കിംഗ് വാർത്തകൾ, അതുമല്ലെങ്കിൽ സെൻസേഷണലായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ, ഇവയെല്ലാം അറ്റൻഷൻ കണ്ടൻറ്റുകളാണ്. അതിലേറ്റവും മുൻപിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ഗ്ലാമറസ് കണ്ടൻറ്റ് അതല്ലെങ്കിൽ സെക്ഷൽ കണ്ടൻറ്റുകളാണ്. ഇത് മനുഷ്യ മനസ്സുകളുടെ ആകാംക്ഷയെ മുതലെടുക്കുന്നതാണ്. ഇതിൽ വെറും ഗൂഢാലോചനകൾ മാത്രമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ശ്രദ്ധക്കുറവും ഇതിന് വലിയൊരു കാരണം തന്നെയാണ്. അഥവാ നിങ്ങളുടെ ബിഹേവിയർ സൈക്കോളജിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കാരണം. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടിയൊന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം, ട്വിറ്റർ എന്നുള്ളത് എക്സ് ഏറ്റെടുത്തതിന് ശേഷം, അഥവാ ഇലോൺ മസ്ക് ഏറ്റെടുത്തതിന് ശേഷം എക്സിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം കമ്പനിയുടെ പല നയങ്ങളിലും മാറ്റം വരുത്തുകയുണ്ടായി. പല പൂട്ടിയിട്ട വാതിലുകളും മസ്ക് തുറന്നുകൊടുത്തു. അതോടൊപ്പം തന്നെ പല പ്രമുഖ കമ്പനികളും, ഉദാഹരണത്തിന് ആപ്പിൾ, അതുപോലെ ഡിസ്നി പോലെയുള്ള പ്രമുഖ കമ്പനികളെല്ലാം എക്സിന് പരസ്യം കൊടുക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തു. ഇത് വെറും ഉദാഹരണത്തിനുള്ള 2 കമ്പനികൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി കമ്പനികൾ എക്സിന് പരസ്യം കൊടുക്കുന്നത് നിർത്തിയപ്പോൾ കമ്പനിയുടെ വരുമാനം പല രീതിയിലായി ചുരുങ്ങി. ഇത് നികത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. കാരണം കമ്പനിക്ക് അവിടെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്തു ചെയ്യും? ആളുകളെ കൂടുതലായി ഇതിൽ പിടിച്ചു നിർത്തണം, കൂടുതൽ സമയം ഇതിൽ എൻഗേജ് ചെയ്യിക്കണം
എങ്കിൽ മാത്രമേ വരുമാനം നേടാൻ സാധിക്കുകയുള്ളൂ, പരസ്യങ്ങൾ ലഭിക്കുകയുള്ളൂ, പരസ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പഠനത്തിൽ നിന്ന് ഏത് കണ്ടന്റാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ളത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് അൽഗോരിതത്തെ കൊണ്ടുവന്നത്. ആൽഗോരിതത്തിന് മുൻപ് നൽകിയ പൂട്ടുകളൊക്കെ തുറന്ന് എല്ലാ വാതിലുകളും ഓപ്പൺ ചെയ്തത് അവിടെ സെക്ഷൽ കണ്ടന്റുകൾ കൂടുതലായി കാണിക്കാൻ തുടങ്ങി. അതിലൂടെ ആളുകൾ കൂടുതൽ നേരം ആ പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കാൻ തുടങ്ങി. അതോടെ കമ്പനിക്ക് ലാഭം വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൂടുതലെത്തിച്ച് നിങ്ങളുടെ സമയം കവർന്നെടുക്കാൻ കമ്പനികൾ ഒട്ടും മടി കാണിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളെ നമുക്ക് ലളിതവൽക്കരിക്കാൻ സാധിക്കുകയില്ല. ഇത് കൃത്യമായൊരു റിട്ടൻഷൻ സ്ട്രാറ്റജിയാണ്. മസ്ക് പരീക്ഷിച്ച അതേ കാര്യങ്ങൾ തന്നെ മറ്റുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പരീക്ഷിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള സദാചാര പ്രശ്നങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് മൗനസമ്മതം നൽകുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയവ. അവരുടെയൊക്കെ AI സിസ്റ്റം നിരന്തരമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എത്ര നേരം ഏത് രീതിയിലുള്ള പോസ്റ്റുകൾ പരിശോധിക്കുന്നു, അതല്ലെങ്കിൽ എന്ത് സെർച്ച് ചെയ്യുന്നു, എത്ര നേരം ഒരു കണ്ടന്റിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നിങ്ങളുടെ വാച്ച് ടൈമാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത്. അവർ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലും സങ്കീർണമാണ് കാര്യങ്ങൾ. അഥവാ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നത്. ഇനി ഇതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൃത്യമായി ഉപയോഗിക്കുക, നിരന്തരം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മടിക്കാതെ ഉപയോഗിക്കുക. അഥവാ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പോസ്റ്റുകൾ, നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത ഏത് രീതിയിലുള്ള പോസ്റ്റുകളായിക്കോട്ടെ, അതിന് നിങ്ങൾ നോ പറയാൻ പഠിക്കണം. എനിക്കത് വേണ്ട എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് വരുന്നത് അതിന് നേരെ കാണുന്ന 3 ഡോട്ടിലോ അതല്ലെങ്കിൽ 3 ലൈനിലോ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് യാതൊരു മടിയും കൂടാതെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ ആ ഒരു നോ പറച്ചിലിന് കഴിയും. അതുപോലെ നിങ്ങളുടെ വാച്ച് ടൈം ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ചതാണെങ്കിൽ മാത്രം കൂടുതൽ നേരം അത് കാണാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അതിനെ റിപ്പോർട്ട് ചെയ്യുകയോ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യുക. ഫോളോയിങ് ഫീഡ് ഉപയോഗിക്കുക. ഫോർ യു എന്നുള്ളത് ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നൽകുന്ന ഫീഡുകളാണ്. എന്നാൽ ഫോളോയിങ് എന്നുള്ളത് നിങ്ങൾ സ്വയം ഇഷ്ടപ്പെട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. കഴിയുന്നതും ഫോളോയിങ് എന്നുള്ള ആ ഒരു ടാബിലുള്ളത് മാത്രം കാണാൻ ശ്രമിക്കുക. ഹിസ്റ്ററി ക്ലീൻ ചെയ്യുക. നിങ്ങൾ ഓരോ തവണ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പുറത്തു വരുന്ന സമയത്ത് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും സെറ്റിങ്സിൽ പോയി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് അൽഗോരിതത്തെ റീസെറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 5-മത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സെൽഫ് എഡിറ്റ് എന്നുള്ളത്. അഥവാ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിനാണ് ഇത്ര നേരം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നതെന്ന്. അതിനുത്തരം കണ്ടെത്തി അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ മാത്രം തിരഞ്ഞെടുക്കുക. സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ സമയം വെച്ച് മറ്റുള്ളവർ പണമുണ്ടാക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസൂയ പോലെ തോന്നിയെങ്കിലും നിങ്ങൾക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾക്കും ചിലതൊക്കെ സമ്പാദിക്കാൻ സാധിക്കും. അതിനുള്ള വഴികൾ കണ്ടെത്താൻ നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം ആവശ്യമുള്ള സമയത്ത് സോഷ്യൽ മീഡിയയിൽ കയറി ആവശ്യമായ റീലുകളോ ആവശ്യമായ പോസ്റ്റുകളോ കാണാൻ ശ്രമിക്കുക. അനാവശ്യമായതിനെ തള്ളിക്കളയാൻ മടിക്കാതിരിക്കുക. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഒരു നിമിഷം നോക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങളുടെ വാളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. നോ എന്ന് പറയേണ്ടിടത്ത് നോ തന്നെ പറയാൻ ശ്രമിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമല്ല, അതുമല്ലെങ്കിൽ ഇതൊരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി മാത്രവുമല്ല. ഇത് ആൽഗോരിതം, ഹ്യൂമൻ സൈക്കോളജി, ബിസിനസ് താൽപ്പര്യങ്ങൾ എന്നിവയുടെ ഒരു സംയോജനമാണ്. നിങ്ങളുടെ സമയം അവർ ബിസിനസ്സാക്കിയെടുക്കുകയാണ്. അഥവാ നിങ്ങളുടെ ശ്രദ്ധ ഒരു ഉൽപ്പന്നമാണ്. അത് കവർന്നെടുക്കാൻ ആരും വരുന്നില്ല, നിങ്ങൾ തന്നെയാണ് അത് അവർക്ക് നൽകുന്നത്. അത് തടയാൻ നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ അവബോധവും ഡിജിറ്റൽ ഹൈജീനുമാണ്. ആൽഗോരിതം എന്നുള്ളത് നിങ്ങളുടെ ശത്രുവല്ല, അതൊരു കണ്ണാടിയാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സൂക്ഷിച്ചും അറിഞ്ഞും ഉപയോഗിക്കുക. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായാലും ശരി, നിങ്ങൾ കാണുന്നതായാലും ശരി. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഫീഡ് നിങ്ങൾ രൂപപ്പെടുത്തിയതാണോ, അതല്ലെങ്കിൽ അത് നിങ്ങളെ രൂപപ്പെടുത്തിയതാണോ? ഇതൊന്ന് ചിന്തിച്ചതിന് ശേഷം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്ന രീതിയിൽ ഈ വീഡിയോയ്ക്കൊരു ലൈക്കും കൊടുക്കുക. നിരന്തരമായി ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.